ഇലക്ട്രിക് ഓട്ടോ ശ്രീയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബജാജ് ഇലക്ട്രിക് ആറി എന്ന് പറഞ്ഞ മോഡലാണ്. ആദ്യം ഇറങ്ങിയ വണ്ടിയാണ്. 160 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. ഇത് ഒരാൾക്കുണ്ടായ അനുഭവം കൂടിയാണ് ഞാനിതിൽ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. പതിയ ആൾക്കാരും ചാർജിങ് പോയിന്റിൽ നിന്നാണ് ചാർജ് ചെയ്യുക, KCBൻ്റെ ചാർജിങ് പോയിന്റ്. അപ്പോൾ ചാർജിലിട്ട് വെച്ചിട്ട് നമ്മളങ്ങോട്ട് പോകും. അത് ചാർജ് ഫുള്ളാകാനും 3 മണിക്കൂർ 4 മണിക്കൂർ എടുക്കുമല്ലോ. അപ്പോൾ ആ സമയത്തിനുണ്ടായ ചെറിയൊരു അനുഭവമാണ് ഇന്ന് ഞാൻ ഇതിൽ ഷെയർ ചെയ്യുന്നത്. പിന്നെ ആണെങ്കിൽ ഇതിൻ്റെ മുന്നേ ഇതേമാതിരി ഒരു അനുഭവം ഉണ്ടായിട്ട് അന്ന് എനിക്ക് ആ വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം തന്നെ പെട്ടെന്ന് ഒരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചത്. ഇതേമാതിരി ചാർജ് ചെയ്യുമ്പോൾ അവർക്കുണ്ടായ അനുഭവമാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ 8ൻ്റെ പണി കിട്ടും എന്നുള്ള പറയാനുള്ള കാരണം അതാണ്. എന്താ വെച്ചാൽ ഇതിൻ്റെ വില വരുന്നത്, കേബിളിൻ്റെ വില വെച്ചാൽ 9,000 രൂപയാണ് കമ്പനീൻ്റെ വില. പക്ഷെ ഇതേമാതിരി നായൊക്കെ കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വാറണ്ടി കിട്ടില്ല. ഇത് നായി കടിച്ചു വരാം. നായി കടിച്ചത് നല്ല സുഖമായി. അതിൻ്റെ മേലെയാണ് നായി കടിച്ചത്. ഷോർട്ടൊക്കെ ഒഴിവാക്കി ക്ലിയറാക്കി കമ്പനി കൊടുത്ത് നോക്കുമ്പോൾ ഇതിൻ്റെ ഇത് വർക്കാവുന്നില്ല. എന്താ വെച്ചാൽ റെഡ് കത്ത് കഴിയുക, സ്റ്റാർട്ടിങ് ഓണാകുന്നില്ല, ട്രിപ്പ് ആകുന്നില്ല, അതേമാതിരി ഇത് ഓണാകുന്നില്ല. അപ്പോൾ ഓണാകാത്തതിനെ കൊണ്ട് കമ്പനി കൊടുത്തപ്പോൾ പറഞ്ഞ് നായി കടിച്ചതിനെ കൊണ്ട് വാറണ്ടി തരില്ല, അതുകൊണ്ട് നിങ്ങൾ പൈസ കൊടുത്ത് വാങ്ങണം എന്ന് പറഞ്ഞ്. റിപ്പയറിങ് ഉണ്ടോ ചോദിച്ചപ്പോൾ കമ്പനി റിപ്പയറിങ് ഇല്ല. അങ്ങനെ എൻ്റെ അടുത്ത് വന്നത്. നമ്മളിപ്പോൾ ഇലക്ട്രിക്കിൻ്റെ ഏത് വണ്ടീൻ്റെയാണ് ചാർജറും കാര്യങ്ങളൊക്കെ റിപ്പയർ ചെയ്ത് കൊടുക്കുന്നതിനെ കൊണ്ട് നമ്മുടെ അടുത്ത് വന്നു. അപ്പോൾ അതൊന്ന് കഴിച്ച് നോക്കണം. അപ്പോൾ അത് കഴിച്ച് നോക്കുകയാണ്. കഴിച്ച് നോക്കിയിട്ട് എന്ന് വെച്ചാൽ ട്രിപ്പാകുന്നില്ലല്ലോ. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ചില ആൾക്കാർ ചോദിക്കാറുണ്ട്, കേബിളിൻ്റെ സ്ഥിതി എന്താണ്, ഇതെന്തിനാ അത്ര കേബിൾ, ഇതിനൊരു ബോക്സും കാര്യങ്ങളൊക്കെ കൊടുത്തത്. അപ്പോൾ അതിനെക്കൂട്ടും കുറച്ച് കാര്യങ്ങൾ പറയാൻ വെച്ചു. പക്ഷേ അത് നല്ലതാണ് ഇത് കൊടുത്തത്. കമ്പനി കൊടുത്ത നല്ല കാര്യം തന്നെയാണ്. ഇതൊരു ചെറിയൊരു സ്റ്റെബിലൈസർ എന്ന് തന്നെ വേണേൽ പറയാം. എന്താ വെച്ചാൽ വോൾട്ടേജ് വേരിയേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായാലും കട്ട് ഓഫ് ആവും. പിന്നെ അത് കൂടാണ്ട് ഇടിമിന്നലൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ നമ്മളെ ഷോർട്ടും കാര്യങ്ങൾ പെട്ടെന്നൊക്കെ വരികയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക് കട്ടാക്കും. ആ കട്ടാക്കുന്നതാണ് ഇതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ. ഇത് ശരിക്കും വരികയാണെങ്കിൽ ഈ ബോക്സിൻ്റെ താഴോട്ടേക്ക് വരുന്ന ഭാഗം എന്ന് വെച്ചാൽ നമ്മളെ വണ്ടീൻ്റെ അകത്ത് വരുന്ന ഭാഗം നായി കടിക്കുക, അങ്ങനെ ഷോർട്ടാകുകയാണെങ്കിൽ ചാർജർ അതിന് കംപ്ലൈൻ്റ് ആകുക. അപ്പോൾ ഇത് അതിൻ്റെ മേൽഭാഗം കടിച്ചതിനെ കൊണ്ടാണ് ഈ ബോക്സിന് കംപ്ലൈൻറ്റ് വരാനുള്ള കാരണം. അപ്പോൾ ഇത് ബജാജിന് ഇങ്ങനെ കൊടുത്തതിനെ കൊണ്ട് നല്ല തന്നെ, ചാർജറിന് നല്ല സപ്പോർട്ടാണ് ഈ സാധനം ഉള്ളതിനെ കൊണ്ട്. അതേമാതിരി മറ്റുള്ള ഇലക്ട്രിക് വണ്ടികൾക്ക് ചോദിച്ചാൽ ഇതേമാതിരി ഇല്ല. ബജാജിനാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ അത് ആപ്പയ്ക്കില്ല, അതേമാതിരി മഹീന്ദ്രയ്ക്കില്ല, മോണ്ട്രയ്ക്കില്ല. അപ്പോൾ ഇത് അതേ ആൾക്കാർ അതിന് വീട്ടിൽ ചില ആൾക്കാരൊക്കെ വീട്ടിൽ സ്റ്റെബിലൈസറാണ് വാങ്ങി വെക്കൽ. അപ്പോൾ ഇതേമാതിരി ഒരു കേബിൾ ഉണ്ട്, ഇങ്ങനത്തെ ഒരു സാധനം കമ്പനി മറ്റുള്ള വണ്ടികൾക്ക് ഇറക്കുകയാണെങ്കിൽ നന്നായിരിക്കും. പക്ഷേ ഇതിൻ്റെ വില എന്ന് പറയുന്നത് 9,000 രൂപയാണ് ഇതിന് വരുന്നത്. കമ്പനി വാറണ്ടി കിട്ടുന്നതാണ്. വണ്ടി എടുക്കുമ്പോൾ വാറണ്ടി കിട്ടുന്നതെന്ന് വെച്ചാൽ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്കിതിന് വാറണ്ടി കിട്ടില്ല. അപ്പോൾ അത് നല്ല കാര്യമാണ്. ചാർജറിന് നല്ലൊരു സപ്പോർട്ടാണ് ഇതുണ്ടെങ്കിൽ. മറ്റുള്ള ഇലക്ട്രിക് വണ്ടികൾക്കും ഇതേമാതിരി കൊടുക്കുന്നത് നന്നായിരിക്കുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളെ അഭിപ്രായം എന്താ വെച്ചാൽ താഴെ കമൻറ്റ് ചെയ്യാം. KCBൻ്റെ ബില്ലൊക്കെ കൂടിയതിനെ കൊണ്ട് അധികം ആൾക്കാരും രാത്രി വീട്ടിൽ ചാർജ് ചെയ്യുന്ന കുറവാണ്. അധികം ആൾക്കാർ ഇതേമാതിരി പോസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയി ചാർജ് ചെയ്യില്ല. രാത്രി ആകുമ്പോൾ ഫുൾ അവിടെ ചാർജിലിട്ട് വെച്ച് പോകുന്നിട്ട് രാവിലെ പോയി എടുക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയൊക്കെ എടുക്കുന്ന ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ കേബിളുകളൊന്നും നായി കടിക്കാത്ത രീതിയിലും അതേമാതിരി നനയാത്ത രീതിയിലൊക്കെ രാത്രി കൊണ്ട് നിർത്തിയിടുമ്പോൾ ശ്രദ്ധിച്ചാൽ നന്നായിരിക്കുമെന്ന് മാത്രമേ എനിക്കിപ്പം പറയാനുള്ളൂ. അപ്പം അത് നമുക്ക് ഇതിൻ്റെ എന്തൊക്കെ പോയിട്ടുണ്ടോ എന്ന് നോക്കി നോക്കട്ടെ. എന്നിട്ട് ഇത് വർക്ക് ചെയ്ത് കിട്ടുകയാണെങ്കിൽ പുള്ളിക്കാരന് നല്ല കാര്യമാണ്, പുതിയ വാങ്ങണ്ട. അപ്പോൾ അത് നന്നാകാൻ സാധ്യത കൂടുതലാണെന്ന് കാണുന്നത്. എന്ന് വെച്ചാൽ ചില ഈ ഐസിയും കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടാൻ പ്രയാസമാണ്. നമ്മൾ പിന്നെ ഇതിൻ്റെ ചാർജറിൻ്റെ ഇത് വർക്ക് ചെയ്യുന്നതിനെ കൊണ്ട് കുറച്ച് പാർട്സുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ മുന്നേ ഒരു ഇതേമാതിരി ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അന്ന് ഇതേമാതിരി ഒരു വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. അന്നിപ്പോൾ ഇന്നിപ്പോൾ കുറേ ആൾക്കാർ പറയുന്നുണ്ട്, നിങ്ങൾ വീഡിയോ ചെയ്യുന്നതിനെ കൊണ്ട് ഞങ്ങൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്, അങ്ങനെ കോളൊക്കെ വരാറുണ്ട്. ഇതിൻ്റെ മുന്നേ എടുത്ത വീഡിയോ ആയിരുന്നു. അന്ന് ഇതേമാതിരി കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. ഇതേ കംപ്ലൈൻറ്റ് തന്നെ അതേമാതിരി ഷോർട്ട് വന്നതിനെ കൊണ്ടാണ് വരാനുള്ള കാരണം. ഇതിൻ്റെ IC പോയിട്ടുണ്ട്, 2 ട്രാൻസിസ്റ്റർ പോയിട്ടുണ്ട്, അതേമാതിരി കുറച്ച് സാധനങ്ങൾ പോയിട്ടുണ്ട്. അതൊക്കെ നന്നാക്കാൻ പറ്റും. ഇത് റെഡി ആയി കിട്ടും. പിന്നെ ഇതിന് ബദൽ വേണമെങ്കിൽ നമുക്കൊരു 2,000 രൂപേൻ്റെ ചോടുള്ള വരുന്ന സാധനമുണ്ട്, അത് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. പക്ഷെ അത് വണ്ടി വാറണ്ടി കഴിഞ്ഞവർക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. വാറണ്ടിയിൽ ഇതന്നെ ഫിറ്റ് ചെയ്ത് നന്നാക്കി എടുക്കേണ്ടി വരും. അല്ലെങ്കിൽ കമ്പനിയിൽ 9,000 രൂപ എടുത്ത് വാങ്ങേണ്ടി വരും. ഇതിപ്പോൾ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇതൊന്ന് ഓണാക്കി നോക്കുകയാണ്. ഓണാക്കി അതിൻ്റെ ട്രിപ്പ് അതേപോലെ റീസ്റ്റാർട്ട് ബട്ടൺ ഒക്കെ കറക്റ്റായിട്ടുണ്ട്. ലൈറ്റ് കത്തുന്നുണ്ട്, പച്ച കത്തുന്നുണ്ട്. ഇനി വണ്ടിയിൽ കണക്ട് ചെയ്യുമ്പോൾ ചാർജ് കയറുന്നുണ്ട്. അപ്പം ചാർജ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഞങ്ങളിവിടെ സർവീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മഹീന്ദ്ര ആട്ടെ, ട്രിയോ ആട്ടെ, ബജാജ് ആട്ടെ, മോണ്ട്ര ആട്ടെ,
ട്രിയോനൊക്കെ മൈലേജ് കുറഞ്ഞ വണ്ടികൾക്ക് ബാറ്ററി മാറ്റി കൊടുക്കുന്നുണ്ട്, മൈലേജ് കൂട്ടി കൊടുക്കാനും ബാറ്ററി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ സർവീസും ഇവിടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ കോൺടാക്റ്റ് നമ്പർ മേലെ കൊടുക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇലക്ട്രിക് ഓട്ടോ എടുത്ത സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതേമാതിരിയുള്ള ഇൻഫർമേഷനുള്ള വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ട്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളി. അടുത്ത വീഡിയോ ആയി കണ്ടുമുട്ടുന്നവരെ ബൈ.